ഹല്ലേലൂയ. മക്കളെ വിശ്വാസത്തില് പ്രാർത്ഥനയില് വളർത്തണം. ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ സ്നേഹം. മക്കൾക്ക് എല്ലാം നേടിക്കൊടുക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. മക്കൾ ചോദിക്കുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സ്നേഹം. അവരെ അച്ചടക്കത്തിലും ശിക്ഷണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവരണം. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷത്തില് ഒരു സംഭവം യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തെ അധ്യായത്തില് 41 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയി. ഉണ്ടോ? ആണ്ടുതോറും യേശുവിന്റെ മാതാപിതാക്കന്മാർ പെസഹാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ജെറുസലേമിനാണ് ദേവാലയം. യേശു കൂടെയുണ്ട്. യേശുവിന് 12 വയസ്സേ ഉള്ളൂ. ആണ്ടുതോറും ദേവാലയത്തിൽ പോകുമായിരുന്നു യേശുവിന്റെ മാതാപിതാക്കന്മാർ. ഔസപിതാവും മാതാവും യേശുവിനെ കൊണ്ടുപോകുമായിരുന്നു. അന്റെ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, ദേവാലയമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിനെ മാതാപിതാക്കന്മാർ നയിക്കുകയാണ്. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. പെസഹാ തിരുനാളിന് പോയി. പെസഹാ തിരുനാൾ കഴിഞ്ഞു അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിലൂടെ കാണും എന്ന് വിചാരിച്ചവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അവർ വിചാരിച്ചു യേശു യാത്രാസംഘത്തിലൂടെ കാണും. അതായത് ആ കാലഘട്ടം എന്ന് പറഞ്ഞത് ഇതുപോലെ വാഹന സൗകര്യമൊന്നുമില്ല. അവര് കുടുംബക്കാർ ബന്ധുക്കളൊക്കെ ഒന്നിച്ചാ പോന്ന് കഴുതപ്പുറത്തോ എവിടെങ്കിലൊക്കെ ഇതൊക്കെ കൂടാരം കെട്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും നടക്കുന്നു. അങ്ങനെയൊക്കെ യാത്രകളാണ്. അവർ വിചാരിച്ചു ബന്ധുക്കളുടെ കൂടെ യാത്രാസംഘത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അന്നേരമാണ് അവർ തിരിച്ചറിയുന്നത് യേശു അവരുടെ കൂടെ ഇല്ല. യേശു അവരുടെ കൂടെ ഇല്ലെന്ന് ഔസേപ്പിതാവിന് മനസ്സിലായി, മാതാവിന് മനസ്സിലായി. ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. അവിടെ ഈ മാതാപിതാക്കന്മാർ ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ ദേവാലയം ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ദേവാലയം, ഈ ബലിപീഠം നമ്മുടെ എല്ലാമാണ്. നമ്മുടെയൊക്കെ നമ്മൾ ജനിച്ചു. ഓരോരുത്തരും ചിന്തിച്ചേ, ഞാനൊരു കുഞ്ഞായി ജനിച്ചു. എൻ്റെ മാതാപിതാക്കള് എനിക്ക് ജന്മം നൽകി. മാമോദീസായിക്ക് ബന്ധുക്കളൊക്കെ കൂടെ ഞാനെന്ന കുഞ്ഞിനെ എടുത്ത് ദേവാലയത്തിൽ കൊണ്ടുവന്നു. അല്ലെ, ആദ്യമായിട്ട് ദേവാലയത്തിൽ വന്ന് മാമോദീസായ. അന്ന് വെള്ളം ഒഴിച്ചപ്പോൾ കരഞ്ഞോ ഇല്ലയോ നമ്മൾ ഓർക്കുന്നില്ല. ചിലപ്പം കരഞ്ഞു കാണും. ചില പിള്ളേരൊന്നും വെള്ളം ഒഴിച്ചാലും കരയില്ല. മാമോദീസ മുക്കി. അവിടെ എൻ്റെ നിങ്ങളുടെ ജീവിതം അവിടെ ദേവാലയത്തിൽ തുടങ്ങുക, മാമോദീസായിലൂടെ. അന്ന് തലയിൽ വെള്ളം വീണപ്പോൾ തണുത്തിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ജീവിതം ദേവാലയമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ്. കാറ്റഗിസം തുടങ്ങുന്നു. നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം, സ്ഥൈലേപനം, കുദാശകൾ, ഇനി അങ്ങോട്ട് വന്ന് വിവാഹം കഴിക്കുന്നവർക്ക് വിവാഹം, അങ്ങനെ ഓരോ കുദാശകളിലൂടെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കല്യാണം കഴിച്ചവർക്ക് മക്കളായി അവരെ വിശ്വാസത്തിൽ വളർത്തണം. നമ്മുടെ ജീവിതം ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്ന എവിടെയാ? ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് നമ്മുടെ ദേവാലയത്തിലാ. ഞാനും നിങ്ങളും മരണത്തിലൂടെ കടന്നു പോകണം. മരണത്തിന്റെ കവാടം കടന്നേ മതിയാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ സ്വന്തമാക്കുക എന്നുള്ളതാ. ഏക സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് നയിച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 17:3. നമ്മളൊക്കെ മരിക്കും. അത് എപ്പോഴും വേണ്ടി സംഭവിക്കാം. മരണത്തിന്റെ അപ്പുറം നമുക്ക് നിത്യതയിൽ സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ കൂടെ ഒരു ജീവിതമുണ്ട്. വെളിപാട് 3:21. വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഹല്ലേലൂയ. വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അല്ല, മരണത്തിലൂടെ നമ്മൾ നിത്യജീവനിലേക്ക് കടന്നു പോകേണ്ടവരാ. നമ്മൾ മരിക്കും. ആദ്യം നമ്മളെ ആരൊക്കെയോ കൈകളിൽ എടുത്തുകൊണ്ടു, ലാസ്റ്റ് നമ്മളെ പെട്ടിയിലാക്കി എടുത്തുകൊണ്ട് വരും.
ഉറപ്പാ. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ആരും നടന്ന് ഇതുവരെ പള്ളി വന്നിട്ടില്ല. കേട്ടിട്ടുണ്ടോ? മരിച്ച ആൾ നടന്ന് പള്ളി വന്നു? ഇല്ല. ചുമന്നേ പറ്റുള്ളൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചാക്കൊച്ചൻ വരുന്നുണ്ട്, തോമാച്ചൻ വരുന്നുണ്ട്, അവറാച്ചൻ വരുന്നുണ്ടെന്ന് ആരും പറയുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ ബോഡി അല്ലേ, മോർച്ചറി ബോഡി വെച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ കൊണ്ടുവരും. ബോഡി 5 മണിക്ക് വീട്ടിൽ കൊണ്ടുവരും. 5 മണിക്ക് ചാക്കോച്ചനെ കൊണ്ടുവന്ന് പറയുന്നുണ്ട്, 5 മണിക്ക് ഡേവിസിനെ കൊണ്ടുവന്ന് പറയും, 5 മണിയാകുമ്പോൾ ഈനാശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് പറയും. ഇല്ല, 5 മണിയാകുമ്പോൾ ഈനാശുവിൻ്റെ ബോഡി മോർച്ചറിയിരിക്കുകയാണ്, ഇന്നലെ മരിച്ചതാണ്, മക്കളൊക്കെ വിദേശത്ത് വരും, വന്നു കഴിഞ്ഞു, 5 മണിക്ക് ബോഡി വീട്ടിലെത്തും. ശരിയാണോ? ആണോ? മരണമെന്ന് കേട്ടപ്പോഴേ എല്ലാവരും ഞെട്ടിയെന്ന് തോന്നുന്നു. മരിച്ചേക്കുള്ളൂ, ഒന്നും പേടിക്കണ്ട. നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നേ, ആരും സംശയിക്കണ്ട. ഈശോ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മരിക്കുന്നു, നമ്മൾ ഈശോയുടെ സ്വർഗത്തിൽ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അവസാനം ദേവാലയത്തിലേക്ക് ഒരു പെട്ടിക്കകത്ത് നമ്മളെ കൊണ്ടുവരിക. അവിടെ ബാക്കി ശുശ്രൂഷകൾ ചെയ്യുന്നത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അല്ല, ആണോ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ല, ആണോ? ആരുമല്ല. ആരാ ശുശ്രൂഷ ചെയ്യുന്നത്? ഒരു വൈദികനുണ്ടായിരിക്കും. ആ വൈദികന് നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ ചെയ്യും. കുഴിയിലെ കാര്യങ്ങൾ അവസാനം എല്ലാം കഴിയും. 41 അല്ലെ 7, 9 വെക്കാൻ നേരത്ത് ആരാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ ആത്മാവിന്റെ കുർബാനയിൽ നിന്ന് ആരാ? കർത്താവിന്റെ അഭിഷിക്തനാ, വൈദികനാണ്. അപ്പൊ ഞാൻ പറയും, എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വൈദികൻ ഉണ്ടായിരിക്കും. ഒരു വൈദികനില്ലാതെ ഒരു കത്തോലിക്കന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഒരു വൈദികനിലൂടെയാണ് മാമോദീസ, സ്ഥൈലേപനം, വിവാഹോദാശ, പിന്നീട് മെത്രാന്മാരുടെ പട്ടം, അതൊക്കെ ആട്ടെ. വിവാഹം കഴിഞ്ഞ് അവസാനം നമ്മൾ അന്ത്യകൂദാശക്കായിട്ട് കിടക്കുമ്പോഴോ, മരിക്കാൻ കെട്ടിൽ കിടക്കുമ്പോഴോ, നമ്മുടെ അവയവങ്ങളിൽ തൈലം പൂശി രോഗിലേപന ശുശ്രൂഷിക്കുന്നൊരു വൈദികനാ. അവസാനം ശവടക്കുന്ന വൈദികനാ. 9-ാം ദിവസം 9 വെക്കുന്നെങ്കിൽ, അല്ലെ 41 വെക്കുന്നെങ്കിൽ അന്ന് കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു വൈദികനാണ്. അപ്പോൾ ഒരു വൈദികനില്ലാതെ ഒരു കത്തോലിക്കന് സ്വർഗത്തിൽ പോകാൻ പറ്റും. നല്ല കുമ്പസാരം നടത്തണമെങ്കിൽ പാപങ്ങൾ ആരോടെ ഏറ്റു പറയുന്നു? ഒരു വൈദികനെ എടുക്കില്ല. കർത്താവിന്റെ പ്രതിപുരുഷനായ ഒരു വൈദികനെ നിങ്ങൾ എത്രമാത്രം ബഹുമാനിക്കുന്നോ അത്രമാത്രം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു വൈദികനെ നിങ്ങൾ മാനിച്ചോ ഉറപ്പാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു വൈദികരെ നമ്മൾ കുറ്റം പറയാനും വിമർശിക്കാനും അധിക്ഷേപിക്കാനും ഒന്നും പോകരുത്. അവർ മനുഷ്യരാണ്, കുറവുകളും ബലഹീനതയും ഒക്കെ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും നമ്മൾ അവർക്കെതിരായിട്ട് ചെയ്യരുത്, സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കരുത്. അങ്ങനെ പോരുന്ന കാലം മാറി. ഇന്ന് സോഷ്യൽ മീഡിയ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ ഒത്തിരിയേറെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം. നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാം ഈ ദേവാലയമാണ്, ഈ ബലിപീഠമാണ് നമുക്കെല്ലാം. നമ്മുടെ കുടുംബജീവിതം ആരംഭിച്ചത് ഈ ബലിപീഠത്തിന്റെ മുൻപിൽ വെച്ച് ഈ ബൈബിളെ സത്യം ചെയ്തുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇതൊന്നും മറന്നു പോകരുത്. എൻ്റെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം ഈ ദേവാലയമാണ്. ഇനി ഈ ദേവാലയത്തിലെ ബലിപീഠത്തിലാണ് എനിക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശവസംസ്കാരത്തെ നമ്മുടെ ഒപ്പീസ് പാട്ടിനകത്ത് പറയുന്നുണ്ട്, ഒരു പാട്ട്, ഒരു വരി പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. കേട്ടിട്ടുണ്ടോ? ഉള്ളവർ നിങ്ങൾ എഴുതി കാണിച്ചേ. അവിടെ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. അപ്പൊ ഈ ദേവാലയം നമ്മുടെ എല്ലാമാണ്. നമ്മുടെ കണ്ണുനീരും ദുഃഖങ്ങളും വേദനകളും തകർച്ചകളും ഈ ബലിപീഠത്തിൽ നമ്മൾ കാഴ്ചവെക്കണം. നമ്മുടെ ഏറ്റവും വലിയ ബലി വിശുദ്ധ കുർബാനയാ. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മക്കളെയും ദിവ്യകാരുണ്യ ഭക്തിയിൽ, മറിയത്തോടുള്ള ഭക്തിയിൽ നമ്മൾ വളർത്തണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഞങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്ന് വായിക്കുക. വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 6:35. ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാൻ 6:48, 49, 50, 51. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യോഹന്നാൻ 6:48 മുതൽ വചനങ്ങൾ.
ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, ഞാൻ ജീവന്റെ അപ്പമാണ്. എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശു വ്യക്തമായിട്ട് പറയുക, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51 വചനം. ഈ വചനം ഒരിക്കലും മറക്കരുത്. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണം. സഭയോട് ചേർന്ന് നിൽക്കണം. ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം. ദേവാലയം, സഭ, വിശുദ്ധ കുർബാന, മറിയത്തോടുള്ള ഭക്തി നമുക്കെല്ലാമാണ്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന്റെ ഭക്തരാക്കി നമ്മൾ വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53 വചനങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാൻ 6:53 വചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ജീവിക്കുന്ന പിതാവ് എന്നെ അയച്ചു, ഞാൻ എൻ്റെ പിതാവ് മൂലം ജീവിക്കുന്നു. ഓരോ കത്തോലിക്ക വിശ്വാസിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതമാണ്. നമ്മുടെ ഈ വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വളരെ ബാല്യകാലം പോലെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുള്ള ഭക്തി, ദീപികാരൻ്റെ ഭക്തി, മാതാവിൻ്റെ ഭക്തി, സഭയെ സ്നേഹിക്കണം, വൈദികരെ ബഹുമാനിക്കണം, സന്യസ്തരെ ബഹുമാനിക്കണം. അങ്ങനെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട്. ആഴമായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ, ഞാൻ മുമ്പേ കാനഡയിലെയും ജോർജിയയിലും ഒക്കെ ചില സംഭവങ്ങൾ പറഞ്ഞില്ലേ, മക്കളൊക്കെ ആ വഴിക്ക് പോകും. നല്ല കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകത്തില്ല. അത് ഒത്തിരി അനുഭവമുണ്ട്. ഞാൻ ഓരോ രാജ്യങ്ങളിൽ ചിലപ്പോൾ എത്രയോ നല്ല കുഞ്ഞുങ്ങൾ ഒരു തെറ്റിലും പോകത്തല്ല, നല്ല പരിശുദ്ധരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. കാരണം വീട് അത്രയ്ക്ക് നല്ലതാണ്. അത്ര വിശ്വാസത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അവരവിടെ ചെന്നാലും കുർബാനയ്ക്ക് പോകും, കുമ്പസാരിക്കും, പ്രാർത്ഥിക്കും. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരന്, അവന് ഇവിടെ ഫിലിപ്പീൻസിൽ മെഡിസിന് പോയി. നമ്മുടെ ധ്യാനം കൂടിയിട്ടുണ്ട്. നല്ല പയ്യനാണ്. ഇടയ്ക്കൊക്കെ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ഉണ്ട്. എന്നിപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞു. 93% മാർക്ക് മേടിച്ച് അവൻ പാസ്സായത്. ഞാൻ ഒരു സമയം വിളിച്ചപ്പോൾ ചോദിച്ചു, നീ കുർബാനയ്ക്കൊക്കെ പറഞ്ഞോ? അവൻ പറയാ, എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയിട്ട്, അവിടെ ഇഷ്ടംപോലെ പള്ളികളാണ്, അപ്പോൾ അവിടെ താമസിക്കുന്ന പള്ളിയുണ്ട്. രാവിലെ കുർബാനയ്ക്ക് പോയിട്ടേ അവൻ കോളേജിൽ പോകത്തുള്ളൂ. എല്ലാ ദിവസവും കൊന്തയിലും നന്നായിട്ട് പ്രാർത്ഥിക്കും. മെഡിസിൻ പഠിക്കുന്നു ഫിലിപ്പീൻസിൽ. ഇപ്പോൾ കോഴ്സ് തീർന്നു. എനിക്കൊന്ന് ഈ വർഷം തിരിച്ചു വരുവാനാണ്. കണ്ടോ, അവൻ്റെ അമ്മയാണെങ്കിൽ കണ്ടവനും പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ വലിയൊരു ഭക്തിയാണ് അവൻ്റെ അമ്മ. എപ്പോഴും കൊന്തയിൽ നിന്ന് നല്ലൊരു അമ്മ, ഒരു ടീച്ചറാണ്. അപ്പനും കുഴപ്പമില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ മകൻ മിടുക്കൻ. അവൻ്റെ അനിയനുണ്ട്, അവൻ എഞ്ചിനീയർ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ജോലി ദൈവം കൊടുത്തു. ഇത് മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണം. ഓരോ വിശുദ്ധ കുർബാനയിലും യേശു നമുക്ക് വേണ്ടി വീണ്ടും ബലിയായി തീരുക. യേശുവിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവൻ വിശുദ്ധ കുർബാനയിലുണ്ട്. യേശുവിൻ്റെ ജനനം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പ്, വീണ്ടും വരവ്, എല്ലാം കംപ്ലീറ്റ് ജീവിതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ബലി എന്ന് പറഞ്ഞാൽ? ബലി, വിശുദ്ധ കുർബാനയെ ബലി എന്ന് പറയുന്നു. യേശു കാൽവരിയിൽ ബലിയായി തീർന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനെ, തൻ്റെ രക്തത്തെ, തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി വിട്ടുതന്നു തകർക്കപ്പെടുവാൻ.
സെഖിയോൻ മാളികയിൽ വെച്ച് അപ്പമെടുത്ത് ആശീർവദിച്ച് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. പാനപാത്രം എടുത്തു, ഇതെന്റെ രക്തമാണ്, പുതിയ ഉടമ്പടിയുടെ രക്തം. വാങ്ങി പാനം ചെയ്യാനാണ് പറയുന്നത്, വാങ്ങി ഭക്ഷിക്കാനാണ് പറയുന്നത്. യേശു ബലിയായി എന്ന് പറഞ്ഞാൽ തന്റെ ശരീര രക്തങ്ങള് നമുക്ക് വേണ്ടി തരിക. അവൻ സ്വയം കുരിശിൽ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവന്റെ ആത്മാവിന്റെ മനസ്സിന്റെ ഭാഗമായിട്ട് മാറുവാൻ അവൻ അപ്പമായിട്ട് മാറുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ദിവ്യകാരുണ്യത്തിലൂടെ യേശു വരുമ്പോൾ യേശു നമ്മുടെ ശരീരത്തിന്റെ ആത്മാവിന്റെ മനസ്സിന്റെ ജീവന്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ബലി എപ്പോഴാ പൂർത്തിയാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ബലി പൂർത്തിയാകുന്നത്? ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാൻ അല്ല നിങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സ്വയം ഉരുകിത്തീരുമ്പോൾ, ബലിയായിത്തീരുമ്പോൾ നീ കുർബാനയായിട്ട് മാറുകയാണ്. ഈശോയെ സ്വീകരിക്കുന്ന ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബലിയായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.